ഹായ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റിൽ പ്രീ മാർക്കറ്റിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം അവധിയായിരുന്നു, ഇന്ന് അവധിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തില്ല. അപ്പോൾ നാളെ നമുക്ക് മാർക്കറ്റുണ്ട്. നാളെ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഇനി നാളെ മുതൽ നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ ഒരു പുതിയ തീരുമാനത്തോടെ വേണം നിങ്ങൾ ട്രേഡ് എടുക്കാൻ. അനാവശ്യ ട്രേഡുകൾ മാക്സിമം ഒഴിവാക്കുക. ഒരു ദിവസം 1, 2, 3 ട്രേഡിനകത്ത് നിങ്ങളുടെ ട്രേഡുകൾ അവസാനിപ്പിക്കാൻ നോക്കുക. കഴിവതും മിനിമം സമയം മാത്രം മാർക്കറ്റിൽ ചിലവഴിക്കാൻ നോക്കുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതിൻ്റെ ചവിട്ടിൽ കുറ്റിയടിച്ച് കിടക്കാതെ മിനിമം ടൈമിൽ മാന്യമായ പ്രോഫിറ്റ് എടുത്ത് നിങ്ങൾ മാറി നിൽക്കുക എന്നുള്ളതാണ് നല്ലത്. അതിനുശേഷം അനലൈസൊക്കെ ചെയ്യുന്നത് നമുക്ക് വൈകുന്നേരം മാർക്കറ്റ് അവസാനിച്ചതിന് ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പിന്നെ അത്രയ്ക്ക് മനസ്സിന് കട്ടിയുള്ളവർ മാത്രമേ ലൈവ് മാർക്കറ്റിൽ നോക്കിയിരിക്കാവൂ. അല്ലെങ്കിൽ നിങ്ങൾ കിൽ സ്വിച്ച് ഓൺ ആക്കിയിട്ട് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ലൈവ് മാർക്കറ്റ് വാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇല്ലെങ്കിൽ ടെംപ്റ്റേഷൻ ഉണ്ടാകും, വീണ്ടും ട്രേഡ് ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇനി കഴിഞ്ഞു പോയ കാര്യങ്ങളെപ്പറ്റി നമ്മൾ കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല. ഉണ്ടോ? ഇല്ല. കഴിഞ്ഞു പോയ കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചിട്ട് കാര്യമില്ല. പക്ഷേങ്കിൽ പറ്റിയ വീഴ്ചകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? പാഠങ്ങൾ ഉൾക്കൊള്ളണം. അതാണ് നമ്മൾ വേണ്ടത്. പറ്റിയ വീഴ്ചകളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളണം. ഓക്കെ, അതിനെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. കഴിഞ്ഞു പോയ സംഭവത്തെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ആ വീഴ്ചയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് മനസ്സിലാക്കി വീണ്ടും അത് തിരുത്താനുള്ളൊരു ശ്രമം നിങ്ങൾ നടത്തണം. എങ്കിലേ നിങ്ങൾ വിജയിക്കാൻ പറ്റൂ. ഓക്കെ, അപ്പം ഈ അടുത്ത സാമ്പത്തിക വർഷമെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് മാന്യമായ പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുക. കഴിഞ്ഞൊരു വർഷം നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾ പല സ്ട്രാറ്റജികൾ പരീക്ഷിച്ചു, ഇല്ലേ? നിങ്ങൾ പല സ്ട്രാറ്റജികൾ പരീക്ഷിച്ചു, പല ഐഡിയകൾ നോക്കി, എല്ലാ പരിപാടിയും നോക്കിയിട്ട് അവസാനം നഷ്ടത്തിലാണ് നടന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അന്ന് 500 രൂപ വെച്ചെങ്കിൽ പിടിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇത്രയും പൈസ ഉണ്ടാക്കാമായിരുന്നു, അല്ലെങ്കിൽ ന്യായം ബുക്ക് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും ഉണ്ടാക്കാമായിരുന്നൊക്കെ ഇപ്പോൾ ഇരുന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് യാതൊരു കാര്യമില്ല. എന്തെങ്കിലും കഥയുണ്ടോ? ഒരു കഥയില്ല. അപ്പോൾ അതുകൊണ്ട് ബാക്കി പരിപാടികളെല്ലാം മാറ്റി വയ്ക്കുക. എല്ലാ സ്ട്രാറ്റജികളും എല്ലാ ഇൻഡിക്കേറ്ററുകളും മാറ്റി, കാര്യങ്ങളൊക്കെ മാറ്റി. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉപയോഗിച്ചോ. പക്ഷേങ്കിൽ എന്ത് കിണ്ടാൻ വേണ്ടി ഉപയോഗിച്ചാലും നിങ്ങൾ ന്യായമായിട്ടുള്ളത് കിട്ടിയാൽ അതുകൊണ്ട് മാറി പോകാൻ ശ്രമിക്കുക. കാരണം ഇപ്പം കേരളത്തിലോ അല്ല ഇന്ത്യയിലോ ന്യായം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് നമ്മൾ മാത്രമേ നടപ്പാക്കിയിട്ടുള്ളൂ. അപ്പം അത് എന്നിൽ നിന്ന് നിങ്ങളിലോട്ട്, നിങ്ങളിൽ നിന്ന് മറ്റുള്ളവരിലേക്കും, അതങ്ങനെ 1, 10, 10, 100, 100,000 മറ്റുള്ളവരിലേക്ക് എത്തിപ്പെടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. പക്ഷെങ്കിൽ വളരെ നാളുകൾ എടുത്താലും ഇതിൻ്റെ ഒരു ചെറിയ അംശമെങ്കിലും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമത്തിന് ഉള്ള ഒരു ഭഗീര പ്രയത്നത്തിലാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം സഹകരിക്കുക. അതുപോലെ എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരും സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞാൻ ചുമ്മാ എടുത്ത് നോക്കിയായിരുന്നു, ഞാൻ അനലിറ്റിക്സ് ഒക്കെ എടുത്ത് നോക്കിയായിരുന്നു. അപ്പോൾ അതിനകത്തിൽ അതുകൊണ്ട് 20% ആൾക്കാർ, 18% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഇത് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ ഗ്രൂപ്പിലുള്ളവരോട് പറയാൻ, നിങ്ങൾ 1000-ൽ പരം ആൾക്കാരുണ്ട്. നിങ്ങൾ മാത്രം ഓരോ ലൈക്ക് അടിച്ചാൽ തന്നെ 1000 ലൈക്കിന് മുകളിൽ പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലാണ്. എനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ചാനലിനെ പ്രൊമോട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെയാണ്, എൻ്റെ അല്ല. അപ്പം അങ്ങനെ ഒരു ഉത്തരവാദിത്വം നിങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുകൊണ്ടൊരു പ്രയോജനം വേണം. അങ്ങനെ ഒരു പ്രയോജനം ഉണ്ടെങ്കിൽ നിങ്ങൾക്കിതിനെ പ്രൊമോട്ട് ചെയ്യാം. ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പം ഞാൻ എന്തുകൊണ്ട് വീഡിയോ താമസിച്ചാൽ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ വരുന്നെങ്കിൽ നമുക്കത് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇത്രയും വെയിറ്റ് ചെയ്തത്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തായിരുന്നു. ട്രംപ് അണ്ണൻ്റെ പുള്ളി രാവിലെ എഴുന്നേറ്റപ്പം തന്നെ, ഇപ്പം രാവിലെ ആയല്ലോ, രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. അപ്പം ആ പോസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്നിട്ട് ഇവിടെ വിട്ട് പോസ്റ്റ് ചെയ്യുക. ഇതാണ് ട്രംപ് പോസ്റ്റ് ചെയ്ത സോഷ്യൽ മീഡിയയിൽ, പുള്ളിയുടെ ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്തത്. അതായത് ഇതിൻ്റെ ചുരുക്കം മലയാളം പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫ്യൂല് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി യുദ്ധം ചെയ്ത് മേടിക്കും, അല്ലെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് തുറന്ന് നിങ്ങളുടെ കപ്പലുകളെ കൊണ്ടുവന്ന് നിങ്ങൾ ഫ്യൂല് മേടിക്കാനുള്ള വഴി നോക്കൂ എന്നൊക്കെ പറഞ്ഞ് കൂടുതലും UK ആണ് കുറ്റപ്പെടുത്തി പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കാരണം വെച്ചാൽ ഇദ്ദേഹം വിളിച്ചിട്ട് ആരും ചെന്നില്ല, അതിൻ്റെ ഒരു പരിഭവമാണ് പുള്ളി പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നശിപ്പിക്കാനുള്ളതിൻ്റെ മാക്സിമം ഇറാനി ഞങ്ങൾ നശിപ്പിച്ചു. ഞങ്ങളുടെ ഭാഗം ഓൾമോസ്റ്റ്
എല്ലാം തീർന്നു. ഇനി നിങ്ങൾക്ക് ഓയിൽ കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് പോയിട്ട് ഹോർമോസ് തുറപ്പിച്ച് മേടിക്കുകയോ അല്ലെങ്കിൽ വേറെ രീതിയിൽ മേടിക്കുകയോ ചെയ്യാനാണ്. അല്ലെങ്കിൽ നിങ്ങൾ അമേരിക്കയിൽ വന്ന് മേടിച്ചു, അമേരിക്ക സാധനം ഇഷ്ടം പോലെ ഉണ്ട്. ഇനി ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് പിന്നിലെ കളികൾ മുഴുവൻ എന്താണ്? ഓയിൽ വാങ്ങിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വില കൂടിയതുകൊണ്ട് ഇതിൻ്റെ ഗുണം ആർക്കാണ്? ഇതിൻ്റെ ഗുണഭോക്താവ് സത്യം പറഞ്ഞാൽ ട്രംപ് തന്നെയാണ്. മനസ്സിലായില്ലേ? മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കുന്ന കാശ് കൂടാതെ തന്നെ ഓയിൽ വിറ്റും ധാരാളം കാശ് ഉണ്ടാക്കുന്നുണ്ട്. ഇതിനകത്തിലൊക്കെ ഈ ഓയിലിൻ്റെ പല വെനസ്വേലയിലും മറ്റിടത്തൊക്കെ ഇരിക്കുന്ന ഇത്ര തലപ്പത്തൊക്കെ ഇരിക്കുന്നത് ട്രംപിൻ്റെ മരുമോനും സിബന്ധികളൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പം ഇത്ര $120 കയറി പോകുമ്പോൾ $60 കടന്ന സാധനം $120 ഡബിൾ ആകുമ്പോൾ അവരുടെയൊക്കെ ലാഭം എത്രയാണെന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ചോണം. അപ്പം വെനസ്വേലയിലായാലും അമേരിക്കയിലായാലും ഓയിൽ ഇഷ്ടം പോലെ ഉണ്ട്, അവിടെ നിന്ന് മേടിച്ചു എന്നുള്ളതാണ് ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നല്ല രീതിയിൽ ഇറാനിൽ അടി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല രീതിയിൽ വലിയ ഹെവി ബോംബുകളാണ്, ബങ്കർ ബസ്റ്റർ ബോംബ് ഇട്ട് അവിടെ നശിപ്പിച്ചു എന്ന് നമ്മളിങ്ങനെ വാർത്തകളിൽ പലതും വായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ അണ്ടർഗ്രൗണ്ട് ഇവരുടെ സാധനങ്ങളെല്ലാം കൂടുതൽ അണ്ടർഗ്രൗണ്ടിലാണല്ലോ. അപ്പോൾ അണ്ടർഗ്രൗണ്ടിലുള്ള സാധനങ്ങളിൽ പലതും നശിപ്പിച്ചു എന്ന്, യുറേനിയം എൻറിച്ച്മെൻറ്റ് ചെയ്യുന്ന പ്ലാന്റുകളൊക്കെ നശിപ്പിച്ചു എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അപ്പോൾ തന്നെ ഇവരുടെ സ്റ്റോക്ക് പൈൽസ് അണ്ടർഗ്രൗണ്ടിൽ ഇനിയും ഉണ്ട് എന്നാണ് പറയുന്നത്. എങ്കിലും അതിൻ്റെ ഏകദേശം 80% നശിപ്പിച്ചു എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. സത്യമാണോ കള്ളമാണോ എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. അപ്പം വരും ദിവസങ്ങളിൽ അപ്പം ഒരു പക്ഷെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ തമ്പനയിൽ പറഞ്ഞ പോലെ തന്നെ തലയൂരാനാവാതെ പുള്ളി പടാപ്പാട് ഓടുവാണ്. അപ്പം എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടി ഇതിനകത്ത് തലയൂരാനുള്ളൊരു വഴിയാണ് പുള്ളി കണ്ടെത്തുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇസ്രായേലിലൂടെയൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിനൊരു പരിസമാപ്തി ഉണ്ടാകും എന്നുള്ളതാണ് ഒരു വിശ്വാസം. അപ്പം നമുക്ക് കണ്ടറിയാം അടുത്ത ദിവസങ്ങളിൽ എന്താണ് ആ കാരണം. ഒരു ഡെഡ് ലൈൻ കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഡെഡ് ലൈനിൽ എന്താണ് സംഭവിക്കുന്നുള്ളത് നോക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും തലയൂരാനുള്ളൊരു വഴി കാണുന്നുണ്ട്. അങ്ങനെയാണെന്നെങ്കിൽ ഇത് ഏകദേശം ഒരു പരിസമാപ്തിക്കുള്ള ഒരു സാവകാശം നമുക്കുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മാർക്കറ്റ് നല്ല രീതിയിൽ ഫോളായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ലൈവായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നാളെ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ ഒരു 100 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യതയാണ് നിലവിലത്തെ അവസ്ഥയിൽ കാണുന്നത്. അപ്പം നമ്മൾ നിഫ്റ്റിയിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ രാവിലെ വോയിസ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു മാർക്കറ്റ് ഇവിടുന്ന് ഒരു പക്ഷേ മുകളിലോട്ട് പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. ശേഷം ബാക്കി പിന്നെ നമുക്ക് 22,500 പൊട്ടുവാണെന്നുണ്ടെങ്കിൽ ബാക്കി പിന്നെ മാർക്കറ്റ് താഴോട്ട് വരുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഫസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിൽ കുറച്ചൊരു ഫ്ലക്ച്വേഷൻ ഉണ്ടെങ്കിലും മാർക്കറ്റ് അവിടെ നിന്ന് ഒരു 200 പോയിൻറ്റോളം നമ്മുടെ ഈ 22,500 സപ്പോർട്ട് എടുത്ത് ഒരു 200 പോയിൻറ്റ് ഇവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയതിന് ശേഷം പിന്നെ ഒരു വരവായിരുന്നു ഏകദേശം 400 പോയിൻറ്റോളം, ഈ 717 300 ഏകദേശം 400 പോയിൻറ്റിനടുത്ത് 400+ പോയിൻറ്റിനടുത്ത് മാർക്കറ്റ് 488 പോയിൻറ്റ് ഇതിനടുത്ത് മാർക്കറ്റ് വീണു, ഇൻക്ലൂഡിങ് ഗ്യാപ്പ് ഡൗൺ. ഓക്കെ, ഇവിടുന്ന് നമ്മൾ ഹൈ നോക്കുവാണെങ്കിൽ ഇവിടുന്ന് ഒരു 400 പോയിൻറ്റിനടുത്ത് മാർക്കറ്റ് പിന്നെ ഫോൾ ചെയ്തു. അപ്പം നമ്മൾ ഈ കാര്യം ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസമല്ല, കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മൾ വീഡിയോയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു. ഏതാണ്? 45 മിനിറ്റ്സിൻ്റെ ഒരു ട്രെൻഡ് ലൈനിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ആ 45 മിനിറ്റ്സിൻ്റെ കഥ എടുത്ത് നോക്കുകയാണെന്ന് ഇന്നലെ ഞാൻ എന്താ പറയുന്നത്, നിങ്ങൾ ഈ എൻ്റെ വീഡിയോ കേൾക്കുകയാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും, എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാവും. കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ കമൻറ്റിലൊക്കെ ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സാറേ ഈ ട്രെൻഡ് ലൈനകത്ത് വന്ന് കയറാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളത്. അങ്ങനെ എന്തായാലും ഈ ട്രെൻഡ് ലൈനകത്ത് വീണ്ടും വന്ന് കയറി ഈ സപ്പോർട്ടും ബ്രേക്ക് ചെയ്തു അല്ലേ? സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം നാളെ ഒന്നുകിൽ ഇത് വീണ്ടും ഈ ട്രെൻഡ് ലൈൻ ഇവിടെ വരെ എത്താനുള്ള സാധ്യത ഉണ്ട്. താഴോട്ട് വന്നാൽ, അങ്ങനെ താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം 21,500 വരെയൊക്കെയുള്ള 1000 പോയിൻ്റ് കൂടെ ഒരു പക്ഷെങ്കിൽ ചിലപ്പം വന്നേക്കും. ഇതിനകത്ത് നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചരിത്രങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1, 2, 3 ഏകദേശം 3 പ്രാവശ്യം ട്രെൻഡ് ലൈൻ വന്ന് തട്ടിയിട്ടുണ്ട്. പലതും ഇടയ്ക്ക് വന്നിട്ട് കയറി പോയിട്ടുണ്ട്. അപ്പോൾ ഇതും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതും ഈ ലെവലിൽ നമുക്ക് ജസ്റ്റ് ഒരു വരയ്ക്കണം. വരച്ചാൽ ഒത്തിരി വരകളായി പോവും. എങ്കിലും ഈ ഒരു ലെവലിൽ ഇതിനകത്തോട്ട് ഇറങ്ങി വന്ന് ഈ ഏരിയയിൽ കൺസോൾട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ 21,500 വരെ മാക്സിമം 21,500 വരെ വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ, അപ്പോൾ നാളെ എന്തായാലും ഒരു ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യതയാണ് നിലവിലത്തെ അവസ്ഥയിൽ. ഇനി അങ്ങനെ വേറെ ഗുളികയൊന്നും പറഞ്ഞില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നാളെ ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യതയാണ്. അങ്ങനെ ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ലൈന് മുകളിൽ നിലനിൽക്കുന്നുണ്ടെന്ന് നോക്കുക.
ഈ ട്രെൻഡ് ലൈൻ ഈ സപ്പോർട്ടും ഇതിൻ്റെ മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇത് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ നോക്കുക. 45 മിനിറ്റ്സിൽ ഇത് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ അതോ വീണ്ടും ഇതിനകത്ത് താഴോട്ട് വരുവാണെന്നുള്ള കാര്യം നാളെ നിങ്ങൾ 45 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നോക്കുക. ഓക്കെ, അപ്പോൾ നാളെ ഓപ്പൺ ചെയ്യുന്ന ഇതിൻ്റെ മുകളിലായിരിക്കും അപ്പോഴത്തെ സിനാരിയോയിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റിൽ എന്ത് സംഭവിക്കുന്നുള്ളത് നോക്കുക. അപ്പോൾ അത്രയും ഭാഗം പറഞ്ഞുകൊണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു അറിവിന് വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതവിടെ നിൽക്കട്ടെ. അപ്പം നാളെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം നിഫ്റ്റി വേറൊരു കാര്യം ഇവിടെ പറയാനുണ്ട്. അപ്പോൾ നിഫ്റ്റി പൊട്ടിയപ്പം ബാങ്ക് നിഫ്റ്റി വളരെ മോശമായിട്ട് പൊട്ടി. 2000 പോയിൻറ്റിൻ്റെ പൊട്ടലാണ് ബാങ്ക് നിഫ്റ്റി നടത്തിയത്. 2000 പോയിൻറ്റിൻ്റെ പൊട്ടൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റി ഇത്ര സിവിയറായിട്ട് പൊട്ടാനുള്ളൊരു കാര്യം? ഏകദേശം ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റീസെൻറ്റ് ഹൈയിൽ നിന്നാണ്. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് നോക്കാം. ഒരു കാര്യം ഇവിടെ പറയാനുണ്ട്, അതുകൊണ്ടാണ് റീസെൻറ്റ് ഹൈയിൽ നിന്നും ഏകദേശം 10,000 പോയിൻറ്റിന് മുകളിൽ 11,000 പോയിൻറ്റ് 61 ഏകദേശം 61,000 മുകളിലാണ് റീസെൻറ്റ് ഹൈ. ഓക്കെ, ആ ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം 10,000 പോയിൻറ്റ് മാർക്കറ്റ് ഇടിഞ്ഞു. മനസ്സിലായോ പറഞ്ഞേ? അപ്പം ഈ 10,000 പോയിൻറ്റ് ഇത്ര സിവിയറായിട്ട് നമ്മുടെ നിഫ്റ്റി ഏകദേശം ഒരു 500 പോയിൻറ്റ് പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1000, 1200 പോയിൻ്റ് അല്ലെങ്കിൽ 1500 പോയിൻറ്റിനൊക്കെ അടുത്ത് പൊട്ടിയാൽ മതി ബാങ്ക് നിഫ്റ്റി ഒരു കണക്കനുസരിച്ച്. ആ ഏരിയയിലൊക്കെ വരേണ്ടത്. പക്ഷേങ്കിൽ 2000 പോയിൻറ്റിനടുത്ത് പൊട്ടിയെങ്കിൽ എന്തുകൊണ്ട് 2000 പോയിൻറ്റ് പൊട്ടി? സെൻസെക്സ് പോലും അത്രയും പൊട്ടിയിട്ടില്ല. സെൻസെക്സ് പോലും 1600 പോയിൻറ്റ് പൊട്ടിയില്ല. പക്ഷേ ബാങ്ക് നിഫ്റ്റി 2000 പോയിൻറ്റോളം പൊട്ടി. എന്താണ് അതിൻ്റെ പിന്നിലെ കാരണം? അതാണ് നമ്മൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് സംസാരിക്കാൻ പോകുന്നത്. അതാണ് കാരണം. നിങ്ങളത് അറിഞ്ഞിരിക്കണം എന്തുകൊണ്ടാണ് ഇത് സംഭവം. കഴിഞ്ഞ ദിവസം RBI ഒരു നോംസ് ഇറക്കിയിരുന്നു. RBI ഒരു ഇൻസ്ട്രക്ഷൻ ബാങ്കുകൾക്ക് കൊടുത്തിരുന്നു. ബാങ്കുകളുടെ ആർബിട്രേജ് പൊസിഷൻസ്. ഓക്കെ, ഇച്ചിരി വിശദമായിട്ട് പറയാം, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ബാങ്ക് നിഫ്റ്റി വീണതിൻ്റെ പിന്നിലെ രഹസ്യമാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അതായത് ആർബിട്രേജ് പൊസിഷൻ ഏപ്രിൽ 10 10 മില്യണിനകത്ത് ലിമിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ഒരു ഇൻസ്ട്രക്ഷൻ ആർക്ക് കൊടുത്തിരുന്നു? പിന്നെ ബാങ്കുകൾക്ക് കൊടുത്തിരുന്നു. ഇതിൻ്റെ ആർബിട്രേജ് എന്ന് പറയുന്ന സംഭവം അറിയാം. ആർബിട്രേജ് എന്ന് പറഞ്ഞാൽ അറിയാവുന്നവർക്ക് അറിയാമായിരിക്കും. ജസ്റ്റ് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. ആർബിട്രേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വിലയുള്ളിടത്ത് നിന്ന് വാങ്ങിച്ച് വലിയ വിലയുള്ളിടത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഇവിടുത്തെ ADRും പിന്നെ ഇന്ത്യൻ മാർക്കറ്റും ഒക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ കാണാറില്ല. 2% കുറഞ്ഞു, 1.5% വ്യത്യാസം ഉണ്ടെന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പം വില കുറഞ്ഞ സ്ഥലത്തു നിന്ന് ഒരു ചന്തയിൽ നിന്ന് സാധനം വാങ്ങിച്ചിട്ട് മറ്റൊരു ചന്തയെ കൊണ്ട് വിൽക്കുന്നു. ഈ ചന്തയിൽ ഈ സാധനത്തിന് ഇപ്പം സവാള എന്ന് കൂട്ടിക്കുക. നമ്മളെപ്പോഴും സവാള ഉദാഹരണം പറയുന്നത്. അപ്പോൾ സവാളയുടെ കാര്യം വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ സവാള ഇവിടെ 30 രൂപയുള്ളൂ. 30 രൂപ. പക്ഷേങ്കിൽ നമ്മളാണെങ്കിൽ ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് അല്ലെങ്കിൽ 3 കിലോമീറ്റർ അപ്പുറത്ത് വേറൊരു ചന്തയുണ്ട്. അവിടെ ആണെങ്കിൽ സവാളയ്ക്ക് അത്ര വില ഇച്ചിരിയുടെ വില കൂടുതൽ കിട്ടും. കാരണം അവിടെ ആൾക്കാർ കൂടുതൽ വരുന്നതാണ്, ഡിമാൻഡും കൂടുതലാണ്. അപ്പോൾ ഇവിടുന്ന് 30 രൂപയ്ക്ക് സവാള വാങ്ങിച്ചിട്ട് ഒരു പക്ഷേ അവിടെ 35 രൂപയ്ക്ക് വേണമെങ്കിൽ നമുക്ക് അവിടെ കൊണ്ട് വിൽക്കാൻ പറ്റും. ഇല്ലേ, 2 കിലോമീറ്റർ അപ്പുറത്തോട്ട് പോയാൽ മതി. അപ്പോൾ 30 രൂപയ്ക്ക് ഇവിടുന്ന് വാങ്ങിക്കുന്നത് 35 രൂപയ്ക്ക് അവിടെ കൊണ്ട് വെക്കുന്നത്. അപ്പോൾ ഈ കിട്ടുന്ന 5 രൂപയാണ് ആർബിട്രേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായി പറഞ്ഞ്? ചെറിയ വിലയുള്ളിടത്ത് നിന്ന് വാങ്ങിച്ച് വലിയ വിലയുള്ളിടത്ത് മറ്റൊരു എക്സ്ചേഞ്ച് കൊണ്ട് വിറ്റ് കാശ് മേടിക്കും. ഇപ്പം ഈ ആർബിട്രേജ് ചെയ്യുന്ന നമ്മുടെ NSEയും BSEയും തമ്മിൽ ആർബിട്രേജ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. 1 പൈസയ്ക്ക് 2 പൈസയ്ക്ക് 3 പൈസയ്ക്ക് 5 പൈസയ്ക്ക് വലിയ ഹ്യൂജ് ക്വാണ്ടിറ്റി എടുക്കുക. അപ്പം നമ്മളിപ്പം NSEയിൽ നിന്ന് ഇപ്പം ഒരു 50 രൂപ 60 പൈസയ്ക്ക് മേടിച്ചിട്ട് 50 രൂപ 65 പൈസയ്ക്ക് കൊണ്ട് BSE വിൽക്കുന്ന ആൾക്കാരുണ്ട്. അത് ആർബിട്രേജ്, അങ്ങനെ ട്രേഡ് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ അതിനാണ് ആർബിട്രേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ബാങ്കുകൾ ധാരാളം ഡോളർ വിനിമയം നടത്തുന്നുണ്ട് ബാങ്കുകൾ. അപ്പം കൂടുതൽ അവർ ചെയ്യുന്നത് നമ്മുടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് അത് പുറത്തുള്ള മാർക്കറ്റിൽ വലിയ വിലയ്ക്ക് വിൽക്കുന്നത്. അതായത് ഇപ്പോൾ ഇന്ത്യൻ റുപ്പി 95 രൂപയ്ക്ക് മേളിൽ പോയി. അതിൻ്റെ വില ഇടിയാൻ കാര്യം ഇങ്ങനെ ബാങ്കുകൾ ഇങ്ങനെ ആർബിട്രേജ് വളരെ കണ്ടമാനം ഒരു ലിമിറ്റ് ഇല്ലാതെ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഒരു ഭാഷ്യം സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്. അപ്പം അനലിസ്റ്റുകൾക്കുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഏപ്രിൽ 10 മില്യന് കൂടുതൽ ഒരു ഡേ പൊസിഷൻ കീപ്പ് ചെയ്യാൻ പാടില്ല എന്ന് പിന്നെ ഒരു RBI ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ബാങ്കുകൾ ധാരാളം കോൺട്രാക്റ്റുകൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 10 ലക്ഷത്തിൻ്റെ ലിമിറ്റ് വരുന്നതിന് മുന്നേ ധാരാളം കോൺട്രാക്റ്റുകൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ചെറിയ പൈസയ്ക്ക് വാങ്ങിച്ച് ഇപ്പോൾ സപ്പോസ് പറയുവാണെങ്കിൽ ഇവിടെ ഇപ്പം 94 രൂപയ്ക്ക് നമ്മൾ വാങ്ങിക്കുന്നു. 94 രൂപയ്ക്ക് ഇന്ത്യൻ റുപ്പി ഡോളർ വിനിമയം ചെയ്തിട്ട് അത് 94 രൂപ 10 പൈസയ്ക്കോ 94 20 പൈസയ്ക്കോ 94 രൂപ 50 പൈസയ്ക്കോ പുറത്തുള്ള മാർക്കറ്റിൽ അത് വിൽക്കുന്നു. അപ്പോൾ 50 പൈസയുടെ ലാഭം കിട്ടുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അത് 1, 2 അല്ല മില്യൺ കണക്കിന് കോൺട്രാക്റ്റുകളായിരിക്കും.
അപ്പോൾ അങ്ങനെ വരുമ്പം ബാങ്കുകൾക്ക് ഭയങ്കരമായിട്ട് ആർബിട്രേജ് പൊസിഷൻസിനകത്ത് ലാഭം അവർക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കണ്ടീഷനോട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഇന്ത്യൻ റുപ്പിക്ക് വീക്ക്നെസ് സംഭവിക്കും, വീക്കാവും. അത് നമ്മുടെ എക്കണോമിയെ തന്നെ ബാധിക്കാനുള്ള സാധ്യത, സാമ്പത്തിക മേഖലയെ ബാധിക്കാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് RBI പറഞ്ഞിരിക്കുന്നത് ഏപ്രിൽ 10-നകം നിങ്ങൾ ഈ പരിപാടി നിർത്തിക്കോണം, ഡെയിലി പൊസിഷൻസ് 10 മില്യണിൽ കൂടാൻ പാടില്ല എന്ന് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇവർ ഈ എഴുതിയിരിക്കുന്ന കോൺട്രാക്റ്റുകളായിരിക്കുമല്ലോ, ഈ കോൺട്രാക്റ്റുകളെല്ലാം ഏപ്രിൽ 10-ന് മുമ്പ് വൈൻഡപ്പ് ചെയ്യേണ്ടി വരും. വൈൻഡപ്പ് ചെയ്യേണ്ടി വരുമ്പോൾ ലാഭമായാലും നഷ്ടമായാലും അവരത് വിറ്റ് ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ അത് ബാങ്കുകൾക്ക് ഒരു പക്ഷേ അവരുടെ പ്രോഫിറ്റിലൊക്കെ ഒരു ദണ്ഡം തട്ടാനുള്ള സംഭവം ഉണ്ട്. പക്ഷേങ്കിൽ RBIയുടെ അടുക്കൽ ഇവർ എക്സംഷൻ ചോദിച്ചിട്ടുണ്ട്, കുറച്ചുകൂടെ സാവകാശം വേണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി ബാങ്ക് ഇതിനായിട്ടും പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് ബാങ്ക് നിഫ്റ്റി പൊട്ടാനുള്ള ഒരു പ്രധാന. ഞാൻ വളരെ ലളിതമായിട്ടാണ് പറഞ്ഞത്, ഇതിനകത്തിൽ വേറെ കുറേ ടേംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്കത് കൃത്യമായിട്ട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. നിങ്ങൾക്ക് നമ്മുടെ നാടൻ ഭാഷയിൽ ഇപ്പോൾ എന്താണെന്ന് കാര്യം മനസ്സിലായില്ല, എന്തുകൊണ്ടാണ് ബാങ്ക് പൊട്ടിയെന്നുള്ള കാര്യം. ഓക്കെ, അത്ര അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഇതാണ് അതിനകത്തിലെ സംഭവം. ഇനിയിപ്പോൾ നാളെ നമ്മുടെ മാർക്കറ്റിൽ എന്താ സംഭവിക്കുമ്പോൾ, നമ്മുടെ മാർക്കറ്റിൽ സംഭവിക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ഒരു ഗ്യാപ്പ് അപ്പ് 100 പോയിൻറ്റിൻ്റെ ഗ്യാപ്പപ്പാണ് നിലവിൽ. 80 to 100, 120 പോയിൻറ്റിൻ്റെ ഒരു ഗ്യാപ്പപ്പാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ കാണുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമുക്കിനിയും ഇവിടെ നിൽക്കാനുള്ളതെന്ന് പറഞ്ഞാൽ 22,500 ഈ 22,500 നിലനിർത്തിയെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഒരു പ്രതീക്ഷ, 22,500 മുകളിൽ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ അപ്സൈഡിലോട്ട് നമുക്ക് ചിന്തിക്കാനുള്ളൂ. ഇപ്പോഴും സെല്ലിംഗ് പ്രഷറാണ് മാർക്കറ്റിൽ കൂടുതൽ. നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ മന്ത്ലി ഓപ്പൺ ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചകളിൽ ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കോൾ റേറ്റിങ്ങിൻ്റെ പ്രഭാവമാണ് കൂടുതൽ. ഓക്കെ, കോൾ റേറ്റിംഗ് ആണ് കൂടുതൽ കാണുന്നത്. ഇപ്പോൾ ഞാൻ ഇന്നലെ പൊസിഷൻസ് ഇട്ടായിരുന്നു, അതിനകത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രോയും ഒഫേഴ്സ് കണ്ടമാന ഷോർട്ടാണ്. അപ്പോൾ തന്നെ പ്രോയും ഷോർട്ട് അവരുടെ കൂട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രംപിൻ്റെ വായിക്കുന്ന നാക്കിൻ്റെ കനം പോലെ ഇരിക്കും മാർക്കറ്റ്. ഇപ്പോൾ നാളെ യുദ്ധം അവസാനിപ്പിക്കുക, എല്ലാം വെച്ചുകഴിഞ്ഞ് ഞങ്ങൾ പോരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് മാർക്കറ്റ് 1000 പോയിൻറ്റ് ഗ്യാപ്പപ്പായിരിക്കും പിറ്റേ ദിവസം ഉണ്ടാകാൻ പോകുന്നത്. അപ്പം ഇത് അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് തല ഊരുക എന്നുള്ളത് കാര്യം നമുക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയത്തില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടല്ലോ, 1000 പോയിൻറ്റ് മുകളിലോട്ട് കയറുന്നു, 1000 പോയിൻറ്റ് താഴോട്ട് വരുന്നു. അപ്പം ഇതെല്ലാം നിയന്ത്രിക്കുന്നത് അവരുടെ വായിലെ നാക്കാണ്. അപ്പോൾ നമുക്ക് അതിൽ സത്യം പറഞ്ഞാൽ വലിയ റോളൊന്നും ഇല്ല. അപ്പോൾ ഈ പുള്ളിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വരുന്ന വാർത്തകൾ കേൾക്കുക എന്നുള്ളത് മാത്രമല്ല, അതനുസരിച്ച് പൊസിഷൻ എടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്കിപ്പോൾ നിലവിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ എന്തായാലും നാളെ ഒരു പോസിറ്റീവ് മൊമെൻറ്റം ആണെന്നുണ്ടെങ്കിൽ 22,500 നിലനിർത്തണം. അങ്ങനെ 22,500 നിലനിർത്തുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ 22,750 എത്താനുള്ള സാധ്യതയുണ്ട്. 22,750 മുകളിലോട്ട് നിലനിർത്തി കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും കുറച്ചെങ്കിലും ഒരു ആശ്വാസമുള്ള വക നമുക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. ഇല്ല, മാർക്കറ്റിന് താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പക്ഷെങ്കിൽ 21,742 വരെയൊക്കെ ഒരു പക്ഷെങ്കിൽ നമ്മൾ കാണേണ്ടി വരും. ഇത് ഞാനൊന്ന് കനപ്പിച്ചിട്ടേക്കാം. ഈ 21,742 എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഉണ്ടായ ഒരു ഏറ്റവും ലോവസ്റ്റായിട്ടുള്ള ഒരു പോയിൻ്റാണ് ഈ പറയുന്ന 21,742. കഴിഞ്ഞ പ്രാവശ്യം കറക്ഷൻ വന്നപ്പം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഞാനല്ല നിങ്ങളെ കാണിക്കാം, കണ്ടാൽ അറിയാം. 22,742 എന്ന് പറയുന്നത് ഈ ഒരു പൊസിഷൻ മാർക്കറ്റ് ഇവിടെ വന്ന ഇത് കണ്ടോ, ഇതാണ് എന്നാണ് വന്നത് കഴിഞ്ഞ വർഷം ഏപ്രിൽ. അപ്പോൾ ഒരു വർഷമായി. കഴിഞ്ഞ ഏപ്രിൽ വന്ന് ടെസ്റ്റ് ചെയ്ത ലോയാണ് ഈ പറയുന്ന 21,742. ഒരു പക്ഷെങ്കിൽ ആ ഏരിയ വരെ വരാനുള്ള സാധ്യത ഉണ്ട്. മാർക്കറ്റ് നെഗറ്റീവ് ട്രെൻഡിലാണെന്നുണ്ടെങ്കിൽ ആ ഏരിയ വരെ വരാനുള്ള സാധ്യത നമുക്ക് കൂടുതലാണ്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ അത് ടെസ്റ്റ് ചെയ്യുമോ, മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോകുമോ എന്നൊക്കെ ഉള്ള കാര്യം നമുക്ക് കണ്ടറിയണം. ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 22,142 അപ്പോൾ എന്തായാലും 22,500 ആയിരിക്കും നാളെ നിർണായകം. ഓക്കെ, അതിന് താഴോട്ട് വരുവാണെങ്കിൽ 22,132 പിന്നെ 22,000 സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. ഓക്കെ, 21,742 കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ലോ. ഇതാണ് നമുക്ക് നിലവിൽ നിഫ്റ്റിക്കകത്ത് പറയാനുള്ളത്. വേറെ കൂടുതൽ നമുക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ സംഭവമാണ് ബാങ്ക് നിഫ്റ്റിയെ താഴോട്ട് നയിക്കുന്നത്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഡേ ക്യാൻഡിൽ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡേ ക്യാൻഡിൻ്റെ റീസെൻറ്റ് ലോ പൊട്ടി നിൽക്കുകയാണ് ഇല്ലേ, നമ്മൾ പൊട്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് വരച്ചിട്ടില്ല ഇല്ലേ. ഈ ഒരു ലോ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ബാങ്ക് നിഫ്റ്റി വരയ്ക്കണമെങ്കിൽ 47,000 ഒക്കെ വരയ്ക്കേണ്ടി വരും. നോക്കട്ടെ ഒരു മിനിറ്റ്. ഇതാണ് പിന്നെ ഒരു ബാങ്ക് നിഫ്റ്റിക്കുള്ളൊരു ലോ എന്ന് പറയുന്നത്. പിന്നെ നമുക്കിതിനകത്ത് വരയ്ക്കാനുള്ള ഒരു ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50. അയ്യോ,
ഇതൊരു വരയാണ്, ഇവിടെ ഒരു വരയുണ്ട്. ഒരു മിനിറ്റ്, ലൈൻ കുറച്ചത് 48,674. ഇതിനിടയ്ക്ക് ഒരു വര ഇവിടെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് വര അവിടെ തന്നെ പോയി നിന്ന് വരച്ചത്. $49,752. ഓക്കെ, അപ്പം ഇനിയിപ്പം ഈ 50,000 സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. നമുക്കത് സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. ഞാനിത് ഒരു ഡോട്ടഡ് ലൈൻ ഇട്ട് ചുമ്മാതുള്ള വരയെല്ലാം വരച്ചിട്ട് അവസാനം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും. കേൾക്കുന്നതിനും പറയുകയാണ് അങ്ങനെ ചുമ്മാതെ. പണ്ട് ഓർമ്മയുണ്ടല്ലോ പറഞ്ഞത് അറഞ്ചം പുറഞ്ചം ചുമ്മാ വരച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞ ആ പാർട്ടികളൊക്കെ ഉണ്ട്, ഓർമ്മയുണ്ടോ? അപ്പോൾ അത് ജസ്റ്റ് 50,000 നമ്മൾ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടായിട്ട് ഞാനിവിടെ വരച്ചിട്ടേക്കാം. ഇതിൻ്റെ ഒരു കളറോടെ ഒന്ന് മാറ്റിയിട്ടേക്കാം. ഇത് ഞാൻ കളറൊന്ന് മാറ്റിയിട്ടേക്കാം, ഒരു മിനിറ്റ്. ഓക്കെ, 50,000 സൈക്കോളജിക്കൽ സപ്പോർട്ട്. ഞാൻ ഒരു ഡോട്ടഡ് ലൈൻ ഇട്ട് വെച്ചു, അതായിരിക്കും നല്ലത് അല്ലേ? ഓക്കെ, 50,000 സൈക്കോളജിക്കൽ സപ്പോർട്ട്. ഇത് പൊട്ടി താഴെ വന്ന ഒരു റീസെൻറ്റ് ലോ എന്ന് പറയുന്നത് 49,752. അത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ 48,600, 1000 പോയിൻറ്റ് താഴെ ഉള്ളൂ പിന്നെ ഒരു ലെവൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നുള്ളത്. ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞ് നിങ്ങൾ മനസ്സിൽ വെക്കുക. പിന്നെ മിഡ് ക്യാപ്പിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പും ഈ പറയുന്ന പോലെ തന്നെ വീണ്ടും 12,000 ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത. താഴോട്ട് വന്നാൽ 12,000 ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മുകളിലോട്ട് പോയാൽ നാളെ ഗ്യാപ്പ് അപ്പിലാണെങ്കിൽ ഇവിടെ ആയിരിക്കും ഓപ്പൺ ചെയ്തത്. ഓക്കെ, 12,300 മുകളിലായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത് വന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകുമോ എങ്ങോട്ടാണെന്നുള്ള കാര്യം നിങ്ങൾ നോക്കിയിട്ട് മാത്രം ട്രേഡ് എടുക്കുക. നാളെ വളരെ നിർണായകമായിരിക്കും. സെൻസെക്സിൻ്റെ കാര്യം കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. സെൻസെക്സ് ഈ പറഞ്ഞ പോലെ തന്നെ 72,785 മുകളിൽ നിലനിൽക്കുന്നുണ്ടെന്ന് നോക്കുക. നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ 73,625 പൊട്ടി മേലോട്ട് പോകാനുള്ള സാധ്യതയുണ്ടല്ല. താഴോട്ടാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് 71,383. താഴോട്ട് ഞാൻ വരച്ചിട്ടില്ല. താഴോട്ട് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ നോക്കിയേക്കട്ടെ. ഇവിടെ റീസെൻ്റിൽ ഒരു കൊല്ലത്തിന് മുന്നേ ഉള്ളൂ നമുക്ക് പിന്നെ നമുക്ക് പറയാനുള്ള ലോ എന്ന് പറയാം. ഒരു ലോ ഒന്ന് വരച്ചിട്ടേക്കാം, നോക്കട്ടെ ഇവിടെ വല്ലതും ഉണ്ടോയെന്ന്. റീസെൻ്റ് ലോയാത്. നമ്മൾ സെൻസെക്സ് ഒന്ന് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ $70,941. ഡേ വൈസിലുള്ള വരയാണേ. പിന്നെ നമുക്കുള്ള വര താണ്ടി ഇവിടെ $70,110. അത് മാത്രമേ ഉള്ളേ, അത്രേ ഉള്ളൂ. തൽക്കാലത്തേക്ക് അവിടെ കിടക്കട്ടെ. അപ്പം സെൻസെക്സും 70,000 വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് ലെവലുകൾ. നിങ്ങൾ നോക്കിക്കണ്ട് ട്രേഡ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ നാളെ പുതിയൊരു വർഷം ആരംഭിക്കുകയാണ്, സാമ്പത്തിക വർഷം. നോക്കിക്കണ്ട് ട്രേഡ് ചെയ്യുക. വളരെ എനിക്ക് പറയാനുള്ളൊരു കാര്യം വെച്ചാൽ നിങ്ങൾ മാക്സിമം 3 ട്രേഡിലാണ് നിർത്തുക. ഇത് ഇട്ടിട്ടെറിഞ്ഞു പോയ ആൾക്കാർ കാണും. അവരാരും ഇത് അവസാനം കണ്ടവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഈ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. ഇത് കണ്ടോ, ഞാൻ ഇപ്പോൾ ഈ പറയുന്ന കേൾക്കുന്നവർ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം വെച്ചാൽ അവസാനം വരെ കേൾക്കാതെ ഇറങ്ങി ഓടിയ ആൾക്കാർ കാണും. അപ്പം എന്താണ് പറയാൻ വെച്ചാൽ നിങ്ങൾ 3 ട്രേഡിൽ അത് നിർത്താൻ നോക്കുക. 3 ട്രേഡ്. ഫസ്റ്റ് ട്രേഡ് നിങ്ങൾ ചെയ്യുമ്പോൾ അത് പ്രോഫിറ്റാണ്. ഞാൻ നോർമൽ ട്രേഡേഴ്സിനാണോ പറയുന്നത്. നോർമലായിട്ട് 10,000, 15,000, 25,000 വെച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നത്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ നിങ്ങൾ തീരുമാനിക്കേണ്ടത്, ഇപ്പോൾ ഈ പുതിയ സാമ്പത്തിക വർഷം നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ ആകെ ദിവസം 3 ട്രേഡ് ചെയ്യത്തുള്ളൂ. അതിൽ കൂടുതൽ ഞാൻ ഒരു ട്രേഡ് പോലും ഞാൻ ചെയ്യത്തില്ല. 3 ട്രേഡിൽ കൂടുതൽ ഞാൻ ചെയ്യത്തില്ല. ഒന്നാമത്തെ കാര്യം, ഫസ്റ്റ് ട്രേഡ് ചെയ്ത് എനിക്ക് പ്രോഫിറ്റ് കിട്ടിയാൽ പിന്നെ ഞാൻ ട്രേഡ് ചെയ്യത്തില്ല. ഓക്കെ, നമ്പർ 1. ഫസ്റ്റ് ട്രേഡ് ചെയ്ത് എനിക്ക് പ്രോഫിറ്റ് കിട്ടിയാൽ പിന്നെ ഞാൻ ട്രേഡ് ചെയ്യത്തില്ല. ഇനി എന്ത് മാർക്കറ്റ് പൊട്ടിത്തകർന്നാലും, മാർക്കറ്റ് പറന്ന് കയറിയാലും, 1000 പോയിൻറ്റ് പൊട്ടിയാലും 1000 പോയിൻറ്റ് കയറിയാലും ഞാൻ ട്രേഡ് ചെയ്യത്തില്ല. ഓക്കെ, ഇനിയല്ല ആദ്യത്തെ ട്രേഡ് നിങ്ങൾക്ക് ലോസായി. അപ്പോൾ അങ്ങനെയാണ് രണ്ടാമതൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ സെറ്റപ്പിലേക്ക് മാർക്കറ്റ് എത്താൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് രണ്ടാമത്തെ ട്രേഡ് എടുക്കുക. ഓക്കെ, ആ രണ്ടാമത്തെ ട്രേഡ് എടുത്ത് രണ്ടാമത്തെ ട്രേഡും ലോസ് ആയാൽ അന്ന് പിന്നെ ട്രേഡ് ചെയ്യാൻ പാടില്ല. ഫസ്റ്റ് ട്രേഡ് ലോസായി, രണ്ടാമത്തെ ട്രേഡ് ലോസായാൽ പിന്നെ നോ
നോ ട്രേഡ്. ഇനി ഓപ്പർച്യൂണിറ്റി അനവധി 1000 ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പാടില്ല. അല്ല, നിങ്ങളുടെ സെക്കൻഡ് ട്രേഡ് എടുത്ത് നിങ്ങളുടെ ഫസ്റ്റ് ട്രേഡും ലോസ് കവർ ചെയ്തു, കോസ്റ്റ് നിങ്ങൾ ഇറങ്ങി. കോസ്റ്റ് ഇറങ്ങിയെങ്കിൽ നിങ്ങൾക്ക് മൂന്നാമതൊരു ട്രേഡ് കൂടെ വേണമെങ്കിൽ അവസരം വന്നാൽ മാത്രം നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അവിടെ ലാഭമായാലും നഷ്ടമായാലും പിന്നെ നാലാമതൊരു ട്രേഡിനെ പറ്റി നിങ്ങൾ ചിന്തിക്കാനേ പാടില്ല. ഈ രീതി നിങ്ങൾ ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പം 3 എന്നുള്ളൊരു മുദ്രാവാക്യം നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിലെ ഈ സാമ്പത്തിക വർഷത്തിലെ 3 എന്നുള്ളൊരു നമ്പർ, ഓക്കെ, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.